ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേട്ടോ ഞങ്ങളൊരു സർപ്രൈസ് വീഡിയോ എടുക്കുന്ന കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സോനാച്ചിയുടെ ബർത്ത്ഡേ 23-ാം തീയതിയാണ്. അപ്പം അവളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവരെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങളൊരു സർപ്രൈസായിട്ട്, അവൾക്കറിയത്തില്ല ഇതുവരെയായിട്ടും അവളുടെ ബർത്ത്ഡേയുടെ ട്രീറ്റ് ഇന്ന് നടത്തുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം ഞങ്ങളിത് ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ അറിയിച്ചായിരുന്നു. അപ്പം അവൾക്കറിയത്തില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ അവളോട് പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാവേ. ഓക്കെ, ഇതപ്പം നമ്മളിത് നേരെ ഇനി പരാശ കഫേയിലോട്ട്, അതേ കഫേയിൽ അല്ലേ, ഇങ്ങോട്ട് വേടാ ഗൈസ്. അപ്പം നമ്മളിവിടെ നേരെ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങുക. ഇവിടെ നമ്മളൊരു അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ടേ. അരമണിക്കൂറല്ലേ പരശ കഫേര് ഉണ്ടല്ലോ, ഉണ്ട്. നമ്മളിവിടുന്ന് 2 വണ്ടിയാണ്, നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയും അവൻ ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വണ്ടിയിലും. ഇപ്പോൾ നമ്മൾ നേരെ പരാശ കഫേയിലോട്ടാണ് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിന് പുറകിൽ കുറച്ച് പേരിരിപ്പുണ്ട്. ഒരു ഹായ് പറഞ്ഞേരെ. ഹായ് സോനാമ, ദെൻ സോനുമോൻ, പിന്നെ പൊണ്ടാട്ടി കുഞ്ഞുമാവേ. അപ്പം ഞങ്ങളിതേ ശരിക്കും പറഞ്ഞാൽ പരാശ കഫേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ അകത്ത് പോകുന്നു. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഓൾറെഡി 6 മണിക്ക് നമ്മൾ തുടങ്ങുന്ന പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഇപ്പം അവർ മറ്റേ വണ്ടി ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. നമുക്കിനി അകത്ത് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. നമ്മുടെ കേക്ക് ഞാൻ കാണിക്കാവേ. ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം പൊളി സ്പാനിഷ് ഡിലൈറ്റ്. കുറച്ച് ഫ്രണ്ട്സും കൂടെ വരാണ്. അവരോട് വന്ന് കഴിയുമ്പോഴത്തേക്കും പയ്യെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെയായിട്ട് സോനായിക്കൊരു ഒന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇടയ്ക്കൊന്ന് കുറവായിരുന്നു. ഞങ്ങൾ അതൊന്ന് മാനേജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവളുടെ ഗിഫ്റ്റ് എൻ്റെ വണ്ടിക്കകത്തിരിക്കുക, അത് ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ എടുക്കണം. നമ്മൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വന്നു കേട്ടോ, ഇവരാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സോനാച്ചിയുടെ ഫ്രണ്ട്സാണ്. അവരെ നിങ്ങൾ പരിചയപ്പെടുത്തിക്കും നിങ്ങളെ തന്നെ. വേണ്ട കയറുക. ഞങ്ങൾ ഇവർക്ക് വേണ്ടി എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത കേട്ടോ. ഓക്കെ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇവരുടെ കേക്ക് കൊടുത്ത് നമുക്ക് കയറിയാൽ മതിയോ? നമ്മൾ മേളിൽ പോയിരിക്കാം. ഞാൻ ഓക്കെ, ഞങ്ങൾ മേലോട്ട് ഇവരുടെ കേക്ക് കൊടുത്തു വിട്ടാ സാധിക്കാം. സെറ്റ് ഓക്കെ, സെറ്റ് ചെയ്തേ. കരടി പിടിക്കാനുണ്ട്. ജോയിൻ ആണ് നോക്കാം. അടിയിൽ പിടിക്കുക. ജസ്റ്റ് ഒന്ന് ഇരിക്കുന്ന സാധനം നിരത്ത് ഇങ്ങനെ ഇളകരുത്. ഇളകാന്നുണ്ട്.
ഞങ്ങളൊരു ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ സോനാച്ചി കൊടുക്കാൻ പോകുന്നത്. അപ്പം അമ്മൂട്ടാ കൊടുക്കാം. അമ്മൂട്ടാ ചേച്ചി സോനാമേ തേണ്ടാ അമ്മൂട്ടൻ്റെ ഒരു ഗിഫ്റ്റ്. എങ്ങനെയായിരുന്നു പ്ലാൻ? ഈ പ്ലാൻ ഇതാരുടെ ഐഡിയ പറയും. ഞങ്ങൾ ശരി പറഞ്ഞിട്ടല്ലോ, ഇത് ഇവൻ പറഞ്ഞപ്പം കുളമായെന്ന് ഞാൻ വിചാരിച്ചത്. ഇവൻ വന്നവിടെ നിനക്ക് ബർത്ത്ഡേ പറഞ്ഞില്ലേ? ഞങ്ങൾ ഓർത്ത് മൊത്തം പാളി എന്തെങ്കിലും. താങ്ക് യു എല്ലാം. ഓക്കെ ബൈ. സോനാച്ചി വരുന്നുണ്ടോ അങ്ങോട്ട്? പാട്ട് ഞങ്ങളുടെ ബർത്ത്ഡേകളെ സോനായ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഇവിടുന്ന് തന്നെ പരാശയ കണ്ടിട്ട് എല്ലാവരും എന്നെ തെളിവ് പറയുമെന്നുള്ളതാണ് എനിക്കറിയാൻ.